സഫിയ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ നമ്മൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ബാഗ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇത് പഴയ ബാഗാണ്, ഞാൻ പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബാഗ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇതിൽ 3 റോയാണുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനകത്താണ് ഞാൻ എൻ്റെ സ്ലൈഡും പിന്നെ ഇട്ട് വെക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം ഓരോ. അപ്പം ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു റോ ഉണ്ട്. അവിടെ വാരണ്ടി ഉണ്ട്. പിന്നെ ഈ റോ, പിന്നെ ഈ റോ, ഇത്രയും റോയാണ്. പിന്നെ ചെറുതിൽ നമുക്കിവിടെ ഇങ്ങനെ അഴിച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അഴിച്ചെടുക്കാനും പറ്റും. നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു റോയിൽ ഇപ്പോൾ നമ്മൾ ബുക്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് റഫ് ബുക്ക് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഈ ടൈം ടേബിളൊക്കെ എന്നാണ് തരിക. അതുകൊണ്ട് ഇന്ന് റഫ് ബുക്ക് മാത്രം മതി. പ്രവേശന ദിവസമാണല്ലോ, ഹാഫ് ഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു റഫ് ബുക്കേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റോയിൽ ഞാൻ റഫ് ബുക്ക് മാത്രമാണ് വെക്കുന്നത്, വേറെ ഒന്നും വെക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ എപ്പോഴും ബുക്സ് ഇവിടെ നോട്ട്ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക്, TP ബുക്സ് എല്ലാം ഇതിനകത്താണ് വെക്കുന്നത്. അങ്ങനെ അല്ല, ഇവിടെ ടെക്സ്റ്റ് ബുക്ക്, ഇവിടെ നോട്ട് ബുക്ക് ആൻഡ് ഒരു TP ബുക്സ്, ഇങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് എന്തൊക്കെയാണ് വയ്ക്കേണ്ടത് നോക്കാം. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ബോട്ടിലാണ് വെക്കുന്നത്. കാര്യം എനിക്ക് ഈ സൈഡിൽ വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ മഴക്കാലത്തൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് അംബ്രല്ല. ഇതിനൊരു കവറും കൂടെ വേണം കേട്ടോ. ഞാൻ കവറൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെയുള്ള ഒരു റെയിൻ കോട്ട്. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വണ്ടിയുടെ കവറിൽ ഞാൻ വെച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ റെയിൻ കോട്ട്. ഇതാരാന്ന് എനിക്കറിയത്തില്ല, ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ഞാനിത് ഈ ഒരു റെഡ് കളറുള്ള പാക്കറ്റിലായിട്ടാണ് വെക്കുന്നത്. കാരണം നമുക്ക് നനഞ്ഞതിനെ വെക്കണമല്ലോ. നനഞ്ഞാലും വലിയ പ്രശ്നമില്ലാത്തതാണ്, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വയ്ക്കാം. പിന്നെ അതുപോലെ ഇപ്പം ഇതിൽ നമ്മൾ ഇത്രേ വെക്കുന്നുള്ളൂ. ഇനി അടുത്ത പോക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കിനും ഞാനൊരു ഇങ്ങനത്തെ റെയിൻകോട്ടിൻ്റെ അതിൻ്റെ ഒരു തൊപ്പിതാ, ഈ ഒരു തൊപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. കാര്യം നമുക്കിപ്പോൾ അധികം മഴയൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പോയാലും മതി. ടോയ്ലറ്റിലൊക്കെ അങ്ങനെ. ഇത് ഞാൻ വീട്ടിൽ മാത്രം വയ്ക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല വെക്കുന്ന, പക്ഷെ നല്ല എടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇവിടെ വെക്കുന്നില്ല, കാരണം നാളെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് മറ്റേ ഫേഷ്യൽ ടിഷ്യൂസ് ആണ്. ഇതെനിക്ക് ആവശ്യമുള്ള സംഭവമാണ്. കാരണം എനിക്കാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് യൂസ് ആകുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പൗച്ച് സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ പൗച്ച്. ഞാൻ ഇതാണ് എടുക്കുന്നത്. ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ, ഒരു ദിവസമാണിത്. ഞാനെപ്പോഴും ഡെയിലി യൂസിന് മറ്റൊരു പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ പൗച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായി. നാളെ ഷോയൊക്കെ കാണിക്കേണ്ടതല്ലേ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പൗച്ച് കൊണ്ടുപോകാം. ഞാൻ സ്കെയിലാണ് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ കളറിലെ പെന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ്നർ. ഇത് അത്യാവശ്യമൊന്നുമില്ല, എന്നാലും ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു രസം. ഒരു ഹൈലൈറ്റർ, പിന്നെ നമ്മൾ ഷാർപ്പ്നർ. ഇത് ഇങ്ങനത്തെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഷാർപ്പ്നറാണ്. ഇതൊക്കെ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോയിൽ നല്ല സൂപ്പറായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇത് കാണാം. പിന്നെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇറേസർ ആൻഡ് സാധാരണ ഒരു ഇറേസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡയറി, നമ്മൾ സ്കൂളിൽ എന്തൊക്കെ പറയുന്നു അതെല്ലാം എഴുതിയെടുക്കാനായിട്ട് വേണ്ടിയതാണ്.
അത് ഞാൻ എല്ലാ ദിവസവും കൊണ്ടുപോകാറുണ്ട് സാധാരണ രീതി. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു പോക്കറ്റിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുഞ്ഞതിൽ എന്തൊക്കെ വെക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫെവി സ്റ്റിക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ പെന്നും പെൻസിലും ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് വെച്ചേക്കട്ടോ. അത് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല, കാര്യം എനിക്കത് പെട്ടെന്ന് യൂസ് ആയില്ല. അപ്പം ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലാണ് വെക്കാറ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വേറൊരു സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ കുപ്പിക്കാരനായിട്ട് പകർത്തിയതാട്ടതാ. ഒരു ഡ്രോപ്പൊക്കെ മതിയാവുമല്ലോ. എന്നാൽ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ചിലവർക്കൊക്കെ പനി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം പിന്നെ അതിൻ്റെ 2 പെയർ സ്ലൈഡ്, പിന്നെ റബ്ബർ ബാൻഡ്. ഇത് ഞാൻ തലയിലിടുന്നതാണ്, കാര്യം എനിക്ക് വേറെ ഒന്നും കയറില്ല എൻ്റെ തലയിൽ. അതുകൊണ്ട് ഞാനത് ഇട്ട് വെച്ചതാണ്. ആ റബ്ബർ ബാൻഡ് അതൊരു 4 എണ്ണം ഇടുന്നുണ്ട്, കാരണം ഞാനത് ഇട്ടില്ലെങ്കിൽ അത് മറന്നു പോകും കഴിച്ചതാണ്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ആ പിന്നിൻ്റെ മേലെ ഞാനിത് കയറ്റാൻ പോകുന്നത്. അല്ല, പിന്നിൻ്റെ ഇവിടെ ഒരു ഹോളുണ്ട്.